ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ വേർഡ് ഓഫ് ട്രൂത്ത് പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവചനത്തെ അറിയിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിലുള്ള പഠനം ആരംഭിച്ചിരുന്നു. 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ആദ്യത്തെ 5 വാക്യങ്ങളിൽ പറയുന്നത്. അത് ഒന്ന്, എല്ലാവരും ഉപദേഷ്ടാക്കന്മാരാകാൻ പരിശ്രമിക്കരുത് എന്നുള്ളതാണ്. ഈ ഉപദേഷ്ടാക്കന്മാരാകുമ്പോൾ ഒരു പ്രോബ്ലം, പ്രത്യേകിച്ച് അത് മോറൽ ടീച്ചിങ്ങിലേക്ക് സ്ലിപ്പാവുകയും നമ്മൾ പല സമയത്തും മറ്റുള്ളവരെക്കാൾ, അതായത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ തന്നെ ലംഘിക്കുന്നവരായി കാണുകയും ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഉപദേഷ്ടാവാകാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും അവരെ തന്നെ പരിശോധിക്കുകയും ശോധന ചെയ്യുകയും ഇവർ പറയുന്ന കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ എങ്ങനെയാണ് വർക്കൗട്ട് ആകുന്നതെന്ന് ആലോചിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. കാരണം ശരീരത്തെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും കർത്താവിൻ്റെ ഒരു സഭയിൽ ഉപദേഷ്ടാവായിരിക്കാൻ സാധിക്കുകയില്ല. കാരണം ശരീരത്തിൻ്റെ വികാരങ്ങളാണ് നമ്മളെ ഏറ്റവും കൂടുതൽ കുഴപ്പത്തിൽ ചാടിക്കുന്നതെന്നുള്ളതുകൊണ്ട് തന്നെ അതിന് ആ ഒരു നിയന്ത്രണം എല്ലാ കാര്യത്തിലും ഉള്ളവരായിരിക്കണം ശരിക്കും ഉപദേഷ്ടാക്കന്മാർ. അതുകൊണ്ട് അനേകം ആളുകൾ അതിനുവേണ്ടി ഇറങ്ങരുത്. കാരണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മളനുസരിച്ചില്ലെങ്കിൽ നമ്മുടെ മേലുള്ള കർത്താവിൻ്റെ ജഡ്ജ്മെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്ന നരകത്തിൽ വിടാനുള്ള ജഡ്ജ്മെൻ്റ് അല്ല, നമ്മൾ കൂടുതൽ കാര്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും എന്നുള്ളതാണ്. അതായത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലില്ലാത്ത, അല്ലെങ്കിൽ നമുക്ക് ആഗ്രഹം പോലും ഇല്ലാത്ത കാര്യങ്ങൾ മറ്റുള്ളവരുടെ മേൽ ഏൽപ്പിക്കുമ്പോൾ നമ്മൾ തന്നെ അതേ വചനത്താൽ ശോധന ചെയ്യപ്പെടുകയും നമ്മൾ തന്നെ അതേ വചനത്താൽ വിധിക്കപ്പെടുകയും ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് യാക്കോബ് പറയുന്നത്. കാരണം നമ്മളെല്ലാവരും ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ വേറൊരു കാര്യത്തിൽ ഇടർച്ചയുള്ളവരാണ്. ഇപ്പോൾ യാക്കോബ് പറയുന്നത് വി എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നു. ഫോർ വി ഓൾ സ്റ്റംബിൾ ഇൻ മെനി വേയ്സ്. അപ്പോൾ ഉപദേഷ്ടാക്കന്മാർ സ്റ്റംബിൾ ചെയ്യില്ല എന്നതിന് അർത്ഥമില്ല. ഉപദേഷ്ടാക്കന്മാർക്കും മിസ്റ്റേക്സ് പറ്റാം. ആരും പെർഫെക്റ്റ് ആയിട്ട് ലോകത്തിലില്ല. മിസ്റ്റേക്സ് പറ്റും, എല്ലാവർക്കും പറ്റാം. പക്ഷേ ഈ ശാരീരികമായ വികാരങ്ങളുടെ നിയന്ത്രണം ഒരു ഉപദേഷ്ടാവിനെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. ശാരീരികമായ പ്രവണതകളിൽ വീണു പോകാതിരിക്കാൻ തന്നെത്താൻ നിയന്ത്രിക്കുന്ന, അല്ലെങ്കിൽ ആത്മനിയന്ത്രണത്തിൽ ജീവിക്കുന്ന ഒരാൾ വേണം കൃത്യമായിട്ടും ഉപദേഷ്ടാവാകുവാനെന്ന് ഈ യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായം പഠിപ്പിക്കുന്നു. ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്, നമ്മളെല്ലാവരും പലതിലും വീഴുന്നു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീഴ്ച, അതിനെക്കുറിച്ചാണ് ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് നമ്മൾ പലതിലും വീഴുന്നുവെങ്കിലും ആ പല വീഴ്ചകൾക്കും ഒരു സമാധാനം ഉണ്ടാക്കാൻ പറ്റും. എന്നാൽ നാവ് നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിൽ അതാണ് ഇവിടെ ഏറ്റവും അപകടകരമായൊരു കാര്യമായിട്ട് പറയും. ഒരു ഉപദേഷ്ടാവാകാൻ ആഗ്രഹിക്കുന്നവർ മാത്രമല്ല, ഒരു സഭയിൽ പരസ്പരം ആത്മീകമായി ബന്ധപ്പെട്ട് ജീവിക്കേണ്ട ആളുകൾ, സഹോദരങ്ങൾ തമ്മിൽ ഈ നാവ് വളരെ ദൂഷണം ചെയ്യുന്നതായിട്ട് ഉള്ള ബന്ധത്തിൽ ഈ നാവ് വളരെ ദൂഷണം ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ പറയുന്നത് കുതിരയെ നിയന്ത്രിക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ്. അതിനെ ഒരു കടിഞ്ഞാനിട്ട് അതിനെ നിയന്ത്രിക്കാൻ പറ്റും. വലിയ കപ്പലുകളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. കാരണം അത് നമ്മൾ ഒരു ആങ്കറിൻ്റെ മേലെ അല്ലെങ്കിൽ ഒരു നങ്കൂരത്തിന്മേലെ അത് വലുതായിട്ട് അത് നിൽക്കുന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ എത്ര വലിയ കാറ്റടിച്ചാലും ആ ഒരു റഡർ അല്ലെങ്കിൽ ആ ഒരു നങ്കൂരത്തിൽ ആ കപ്പൽ ഉറച്ചു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ വലിയ കപ്പലുകളെ നമുക്ക് നിയന്ത്രിക്കാം, വലിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. പക്ഷേ ചെറിയ കാര്യങ്ങളിലാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നിടത്താണ് നമുക്ക് പരാജയങ്ങൾ പറ്റുന്നതെന്നാണ് യാക്കോബ് പറയുന്നത്. അത് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ വളരെ കറക്റ്റാണ്. നമ്മൾ വലിയ തെറ്റുകളിൽ നിന്നൊക്കെ എത്ര ക്ലിയറായിട്ടിരുന്നാലും അനേകം കാര്യങ്ങളിൽ നമ്മൾ മൈന്യൂട്ട് കാര്യങ്ങളിലേക്ക് നോക്കിക്കഴിയുമ്പം നമുക്ക് നിയന്ത്രണമില്ലാത്ത അനേകം കാര്യങ്ങൾ, ഉദാഹരണത്തിന് നമ്മുടെ ഹൃദയത്തിലെ ഭാവങ്ങൾ, ചിന്തനങ്ങൾ, വിചാരങ്ങൾ, ഇതെല്ലാം നമുക്ക് വലിയ നിയന്ത്രണം. ചെറിയ കാര്യങ്ങൾ നമ്മൾ വിചാരിക്കും, ഒരുപക്ഷെ ഞാൻ കൊല ചെയ്യുന്നുണ്ടോ, വ്യഭിചാരം ചെയ്യുന്നുണ്ടോ, മോഷ്ടിക്കുന്നുണ്ടോ, ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ അപ്പോൾ പോലും ഇടർച്ചയ്ക്കുള്ള പല കാരണങ്ങൾ നമ്മുടെ ശരീരത്തിൽ തന്നെയുണ്ട്, നമ്മുടെ ചിന്തകളിലുണ്ട്, വിചാരങ്ങളുണ്ട്, മറ്റുള്ളവരുടെ നമ്മുടെ മനോഭാവത്തിലുണ്ട്. അപ്പോൾ അതിനെല്ലാം ഒരു എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ, ഒരു വീഴ്ച പറ്റുന്നതിൻ്റെ ഒരു പ്രധാന എക്സാമ്പിളായിട്ട് എടുക്കുന്നത് ഈ വിശുദ്ധ പാപികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതായത് ലോകത്തിൽ ഇഷ്ടംപോലെ ജീവിക്കുന്ന ആൾക്കാരുടെ കാര്യമല്ല, വീണ്ടെടുക്കപ്പെട്ട കർത്താവിൻ്റെ സഭയിലുള്ള ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അവർ സ്റ്റംബിൾ ചെയ്യുന്നൊരു വലിയ വിഷയം എന്ന് പറയുന്നത് നാവാണ്. ഈ നാവിൻ വീണു പോകുന്നവർ അനേകം ആൾക്കാരെ നമ്മൾ ചുറ്റും കണ്ടിട്ടുണ്ട്. അവർക്ക് അവരുടെ നാവിനെ നിയന്ത്രിക്കാൻ സാധിക്കത്തില്ല. ഇത് പ്രത്യേകിച്ച് വിശ്വാസികളുടെ ഇടയിൽ മറ്റ് വിഭാഗങ്ങളിലുള്ളതിനേക്കാളും കൂടുതലാണ്. ഞാനത് എന്തുകൊണ്ടാണെന്ന് പല സമയത്തും ആലോചിച്ചിട്ടുണ്ട്. എനിക്ക് നോൺ ക്രിസ്ത്യൻ ഫ്രണ്ട്സ് ഉണ്ട്. അവരുമായിട്ട് സംസാരിക്കുമ്പോൾ മറ്റുള്ളവരുടെ വിഷയങ്ങളൊന്നും അങ്ങനെ വരാറ് പോലുമില്ല. അവർ പൊതുവായ കാര്യങ്ങളൊക്കെ, സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് പൊതുവെ സംസാരിക്കാറുള്ളത്. ഞങ്ങളങ്ങനെ സംസാരിക്കും. പക്ഷേ വിശ്വാസിയായിട്ട് സംസാരിക്കുമ്പോൾ വളരെ വേഗം വേറൊരാളുടെ കുറ്റങ്ങളിലേക്കും വിമർശനങ്ങളിലേക്കും പോകാനുള്ള ആ പ്രവണത ഭയങ്കര കൂടുതലായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു മോറൽ ടീച്ചിങ് ഉള്ള ഒരു സഭയായതുകൊണ്ട്, എല്ലാ സഭയിലും ഒരു മോറൽ ടീച്ചിങ് ഉണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു മൊറാലിറ്റി, ഒരു സഭയുടെ ഒരു മൊറാലിറ്റി ഉണ്ട്. അപ്പോൾ അതിന് എൻ്റേതായൊരു വ്യാഖ്യാനമുണ്ട്. കാരണം എൻ്റെ ആ
സ്വയനീതി കത്തുകയാണ്. എന്തുകൊണ്ട് അവൻ നന്നാകുന്നില്ല? എന്തുകൊണ്ട് അവൻ അങ്ങനെ പെരുമാറി? ഇത് ഒരു ഭയങ്കര ചോദ്യമാണ്. അപ്പോൾ വിശ്വാസികളെ സംബന്ധിച്ച് മറ്റുള്ളവരുടെ പോരായ്മകൾ, വീഴ്ചകൾ, ഇതിനെല്ലാം ഹൈലൈറ്റ് ചെയ്യുന്നൊരു സ്വഭാവം വിശ്വാസികൾക്ക് കൂടുതലാണ്. കാരണം മറ്റുള്ളവർ ഇപ്പോൾ ലോകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവരങ്ങനെ കാര്യമായിട്ടൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അവർ നോർമലായിട്ട് ജീവിക്കുന്നു, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, ജീവിക്കുക. പക്ഷേ വിശ്വാസിയെ സംബന്ധിച്ച് ബിക്കോസ് ദേ ആർ ബൗണ്ട് ബൈ എ മോറൽ കോഡ്, ഒരു സന്മാർഗ ബോധവും സന്മാർഗ ഒരു രൂപരേഖയും അവർക്കുള്ളതുകൊണ്ട് അവർ എപ്പോഴും മറ്റുള്ളവരത് ഫോളോ ചെയ്യുന്നുണ്ടോ, മറ്റുള്ളവരത് ഫോളോ ചെയ്യുന്നുണ്ടോ നോക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് എപ്പോഴും ഒരു സഹോദരൻ അല്ലെങ്കിൽ സഹോദരി നിങ്ങളുടെ ഒരു ചർച്ചാ വിഷയമായിരിക്കും. ആ സഹോദരൻ്റെ ഇന്ന തെറ്റുകൾ, അയാൾ അങ്ങനെ ചെയ്യാൻ കൊള്ളാമോ, എന്തിനാണ് അവരെങ്ങനെ പെരുമാറുന്നത്, ഇവരൊക്കെ ക്രിസ്ത്യാനികളാണോ എന്നൊക്കെ നമ്മൾ ഘോരഘോരം ചോദിക്കും. അതേ സമയത്ത് തന്നെ നമ്മൾ അതേ തെറ്റുകൾ ചെയ്യുന്നവരുമായിരിക്കും. അതേ സമയത്ത് തന്നെ നമ്മൾ അതിനേക്കാൾ ലോകസ്നേഹികളായിരിക്കും. അതിനേക്കാൾ തന്ത്രങ്ങൾ നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടാവും. പക്ഷെ അതെല്ലാം മറച്ചു വെച്ചിട്ട് ഞങ്ങൾ ഡീസൻ്റാണെന്ന് കാണിക്കാൻ വേണ്ടി ഈ പരീശന്മാർ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള പരീശന്മാർ വേറെ ആൾക്കാരെ എപ്പോഴും ചൂണ്ടിക്കൊണ്ടിരിക്കും. വേറൊരാളുടെ കുറ്റങ്ങളെ ചൂണ്ടുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഞാൻ അങ്ങനെ അല്ല എന്ന് തെളിയിക്കാനുള്ള ആന്തരികമായൊരു വ്യഗ്രതയാണ്. ഇപ്പം ഞാൻ പാപമൊന്നും ചെയ്യാതെ ഡീസൻ്റായിട്ടാണ് ജീവിക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ബാക്കിയുള്ളവരുടെ പാപങ്ങളെ ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവൻ അങ്ങനെ ചെയ്തില്ല, അവനങ്ങനെ ചെയ്യാൻ കൊള്ളാമോ, അപ്പോൾ ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല എന്നാണ് എൻ്റെ അർത്ഥം. ആക്ച്വലി നമ്മുടെ സെൽഫ് ഒരു അഡ്വർടൈസ്മെൻറ്റ് നടത്തുകയാണ്. നിങ്ങൾ ചുറ്റുമുള്ളവരെ നോക്ക്, അയാളെ നോക്ക്, ഇയാളെ നോക്ക്, അവരൊക്കെ മോശമാണ്, അപ്പോൾ അതിനർത്ഥം ഞാൻ അങ്ങനെയൊന്നും അല്ല. ഇതാ പരീക്ഷ മെൻറ്റാലിറ്റി എന്ന് പറയുന്നത് ശരിക്കും അങ്ങനെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നാവ് കൊണ്ട് നമ്മളൊരു സഹോദരനെ അറ്റാക്ക് ചെയ്യുന്നു, അത് ഘോരമായൊരു തെറ്റായിട്ടാണ് ദൈവം കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരെക്കാളും ഒട്ടും ഭേദമല്ല എന്നുള്ളതാണ് അതിൻ്റെ കാരണം. ഇവിടെ പറയുന്നത് നാവ് ഒരു ചെറിയ അവയവമെങ്കിലും അത് വലിയ കാര്യങ്ങളെ ചെയ്യുന്നു. ഇപ്പോൾ നാവ് കൊണ്ട് അനേകരെ ആശ്വസിപ്പിക്കാം, നാവ് കൊണ്ട് അനേകർക്ക് എൻകറേജ്മെൻറ്റ് കൊടുക്കാം, അവരോടുകൂടെ സന്തോഷിക്കാം, ഇതെല്ലാം ചെയ്യാം. പക്ഷെ അതേ സമയത്ത് ഇതിന് ഭയങ്കരമായ പ്രവൃത്തി, ഒരാളെ തകർക്കുന്ന പ്രവൃത്തി ചെയ്യാനും പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ഒരാളെക്കുറിച്ച് തെറ്റായി ധരിക്കുന്നു, അത് ചിലപ്പോൾ നിങ്ങളുടെ തെറ്റിദ്ധാരണയായിരിക്കും, പക്ഷെ അത് നിങ്ങൾ ശരിയെന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെയുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. നമ്മളൊരു സംശയം, ചില ആൾക്കാർക്ക് സംശയം തോന്നുന്നത് തന്നെ എല്ലാം ശരിയാണ്, അവർ അത് സംശയമാണെന്ന് പറയുകയില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ചെറിയൊരു അപകടം സംഭവിച്ചു, നിങ്ങളുടെ വണ്ടി വേറൊരു വണ്ടിയായിട്ട് തട്ടി. അപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ് അയാൾ എന്നെ മനഃപൂർവ്വം കൊല്ലാൻ വേണ്ടി ഇരിപ്പിച്ചതാണ്. അയാൾക്കതിൻ്റെ യാതൊരു കാര്യമില്ല, അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല, ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ്. പക്ഷേ ഈ ആളെ സംബന്ധിച്ച് അത് കണ്ടല്ലോ, അതങ്ങനെ ചിന്തിച്ചല്ലോ, ഇനി അതിനകത്ത് വേറൊരു ചോദ്യമില്ല. ആ ചിന്ത സത്യമാണ് എന്നവർ ഉത്കടമായിട്ട് വിശ്വസിക്കുന്നു. അത് പക്ഷേ പൊട്ടത്തെറ്റായിരിക്കാം. അതവർ 10 പേരോട് പറയുന്നു അയാൾ എന്നെ മനഃപൂർവ്വം ഇടിപ്പിച്ചതാണ്. അല്ലെങ്കിൽ നമ്മൾ വീണപ്പോൾ എവിടെയെങ്കിലും ആരുടെയും കാലിൽ തൊട്ട് വീണ് കാണും, നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടായിരിക്കും. പക്ഷേ നമ്മൾ അത് മറ്റൊരാളോട് പറയുമ്പം അയാളെന്നെ വീഴിച്ചു എന്ന് പറയുമ്പം അത് എൻ്റെ സംശയങ്ങളെ ഞാൻ സംശയങ്ങളായിട്ടല്ല കാണുന്നത്, അത് റിയാലിറ്റി ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിന് വേറൊരു ആനുകൂല്യം കൊടുക്കുന്നില്ല. അയാളത് ഉദ്ദേശിച്ചിട്ടില്ലായിരിക്കും എന്ന് പോലും ഞാൻ അയാളെ കൊണ്ട് ചിന്തിപ്പിക്കാൻ ഞാൻ അനുവദിക്കുന്നില്ല. എന്നിട്ടത് വേറൊരാളോട് പറയുന്നു ഇയാൾ ഇങ്ങനെയുള്ള ഒരാളാണ്, എന്നോട് ഇങ്ങനെ ചെയ്തു. അത് 4 പേരറിയുന്നു, 10 പേരറിയുന്നു. ഇവരെല്ലാവരും ഈ മനുഷ്യനെക്കുറിച്ച് മോശമായിട്ട് ചിന്തിക്കാൻ തുടങ്ങുന്നു. ഇത് എന്ത് സംഭവിക്കുന്നു? ഇതൊരു തീ കൊടുക്കുന്ന പോലെയാണ്, കാടിന് തീ കൊടുക്കുന്ന പോലെയാണ് ഈ നാവിൻ്റെ പ്രയോഗം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ദേശം മുഴുവൻ, ഒരു സഭ മുഴുവൻ ഒരാൾ നിമിഷ നേരം കൊണ്ട് അയാൾ ഒന്നിനും കൊള്ളാത്തവനായിട്ട് മാറുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ നീതിമാന്മാരായതുകൊണ്ട് വലിയ നല്ല കാര്യമാണ് പറയുന്നത്, നമ്മളവർ നന്നാവാൻ വേണ്ടിയാണ് പറയുന്നത്, നമ്മൾ ഈ സമൂഹത്തെ മുഴുവൻ നന്നാക്കാൻ പോവുകയാണ്. പക്ഷെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തെറ്റായ പെർസെപ്ഷൻ കാരണം നമ്മൾ ചിന്തിച്ചത് ശരിയല്ലാത്തത് കൊണ്ട് അത് വേറൊരാളെ എന്നേക്കുമായിട്ട് നശിപ്പിക്കുന്ന, അവരുടെ സൽപ്പേരിനെ ഇല്ലാതാക്കുന്ന ഒരു കാര്യമായിട്ടത് മാറാൻ സാധ്യതയുണ്ട്. ഇത് ദൈവം വളരെയധികം വെറുക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ പറയുന്നത് വലിയൊരു വനത്തിന് ചുട്ടു ചാമ്പലാക്കാൻ ഒരിത്തിരി സ്പാർക്ക് മതി, ഒരു സഭയെ ഇല്ലാതാക്കാൻ, ഒരു സമൂഹത്തെ നശിപ്പിക്കാൻ, ഒരു വീട് കുളമാക്കാൻ ഒരു ചെറിയ കള്ളം മതി, ഒരു ഗോസിപ്പ് മതി. അതുകൊണ്ട് തന്നെ നമ്മുടെ നാവ് എന്തു ചെയ്യുന്നു? സഹോദരനെ ദുഷിക്കുന്നൊരു നാവ് നമുക്കുണ്ടോ? സഹോദരൻ അല്ലെങ്കിൽ സഹോദരിയെ അവരുടെ ദോഷങ്ങൾ കണ്ടെത്തി പറയുന്നൊരു നാവ് നമുക്കുണ്ടോ? അങ്ങനൊരു നാവ് ഉണ്ടെങ്കിൽ അത് തീ പിടിപ്പിക്കുന്ന നാവാണ് എന്ന് പറയുന്നു. ഇവിടെ പറയുന്നത് ഒരു അനീതിയുടെ ലോകം, എ വേൾഡ് ഓഫ് അൺറൈച്ചസ്നെസ് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു തീയാണ്. ആൻഡ് ദ ടങ് ഈസ് എ ഫയർ
എ വേൾഡ് ഓഫ് അൺറൈച്ചസ്നെസ്. ഈ നാവ് കൊണ്ട് നമുക്ക് അനീതിയുടെ ഒരു ലോകം തന്നെ ഉണ്ടാക്കാം. ഈ നാവ് കൊണ്ട് നമ്മൾ സൃഷ്ടിക്കുന്ന അനീതിയുടെ ലോകം, അതായത് നമ്മൾ പറഞ്ഞ് ആളുകളെ വില്ലന്മാരാക്കി അവരോട് സമൂഹം മുഴുവൻ അനീതി ചെയ്യുന്ന രീതിയിൽ, സമൂഹം മുഴുവൻ വെറുക്കുന്ന രീതിയിൽ നമുക്കങ്ങനെ ആക്കി തീർക്കാം ഈ നാവിന് പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ചില ആൾക്കാർ ഇത് വളരെ വിശ്വസനീയമായിട്ട് അവതരിപ്പിക്കുകയും ചെയ്യും, ഞാൻ കണ്ടതാണെന്നുള്ള രീതിയിൽ. പക്ഷെ ഇത് വ്യാജമായിരിക്കും. ഇത്രയും വഞ്ചനകളുള്ള നമ്മുടെ മനസ്സ് തന്നെ നമ്മളെ വഞ്ചിക്കും, നമ്മുടെ കണ്ണുകൾ തന്നെ നമ്മളെ വഞ്ചിക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അനീതിയുടെ ഒരു ലോകം സൃഷ്ടിക്കുന്ന ഈ നാവ് എന്ന് പറയുന്ന സാധനത്തെ നിയന്ത്രിക്കുന്ന ഒരു മനുഷ്യനാണ് ശരിക്കും ഒരു ഉപദേഷ്ടാവായിരിക്കേണ്ടതെന്ന് ഈ അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ ലോകത്തിലുള്ള എല്ലാം മെരുക്കാൻ കർത്താവിന് കഴിയും, നമുക്ക് കഴിയും, മനുഷ്യന് കഴിയും. എന്നാൽ ഈ നാവ് എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴുവൻ ശരീരത്തെ അശുദ്ധമാക്കുന്നു. കാരണം നമ്മൾ വേറൊരാളെക്കുറിച്ച് ചീത്ത പറയുമ്പം അല്ലെങ്കിൽ മോശമായിട്ട് പറയുമ്പോൾ അവരല്ല ചീത്തയാകുന്നത്. മനുഷ്യരുടെ മുമ്പിൽ ചിലപ്പോൾ അവർ ചീത്തയാകാൻ നിങ്ങൾക്ക് പറ്റിയേക്കും. എന്നാൽ ദൈവം നോക്കുമ്പോൾ നിങ്ങളുടെ വസ്ത്രം മുഴുവൻ കറപുരണ്ടതായി കാണുന്നു. നിങ്ങൾ ആ പറഞ്ഞ അക്യൂസേഷൻസ് അതെല്ലാം നിങ്ങളുടെ വസ്ത്രത്തിന്മേൽ തന്നെ വീഴുന്നു. അപ്പോൾ ഒരു സഹോദരനെക്കുറിച്ച് നിങ്ങൾ പറയുമ്പം, ഒരു വ്യക്തിപരമായ വിഷയങ്ങളിലേക്ക് വരുമ്പോൾ നമ്മളെ തന്നെ ശോധന ചെയ്യുകയും നമ്മുടെ ഹൃദയത്തിൽ അതുണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്യുക എന്നുള്ള ഒരു പ്രധാന കാര്യമാണെന്ന് മാത്രമല്ല, ആ സഹോദരൻ അനുദപിക്കുവാൻ വേണ്ടി നമ്മൾ അവനോട് ഇടപെടുകയുമാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ ശരീരം മുഴുവൻ, ശരിക്കും നമ്മൾ വിചാരിക്കുന്നത് ഞാൻ വേറൊരാളെ ദൂഷണം പറയുമ്പം അയാൾ മലിനമാവുകയാണെന്നാണ്. എന്നാൽ അയാളല്ല മലിനമാകുന്നത്, ഇത് പറയുന്ന ആളുകളാണ് മലിനമാകുന്നത്. ആ ദൈവത്തിൻ്റെ കണ്ണിൽ നോക്കുമ്പം ആരാണോ സഹോദരനെയോ സഹോദരിയെയോ ദുഷിക്കുന്നത്, അവരെക്കുറിച്ച് ദോഷമായിട്ട് പറയുകയോ അവരെ അകറ്റി നിർത്തുകയും ചെയ്യുന്നത്, അവരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനീതിയുടെ ലോകം ഉണ്ടാക്കുന്നതും തീ കൊടുക്കുന്നതും, ശരീരത്തിന് മുഴുവൻ തീ കൊടുക്കുന്നതും ആയിട്ടുള്ള ആളുകൾ. അപ്പോൾ മുഴുവൻ ശരീരവും മലിനമാക്കുവാൻ ഈ അവയവത്തിന് കഴിയും. പണ്ട് കാലത്ത് ഈ ഉണർവ് കാലഘട്ടങ്ങളിൽ പല ഉണർവ് പിതാക്കന്മാരും റിവൈവലിൻ്റെ സമയത്തുണ്ടായ ഫാദേഴ്സ് അവർ പറയുമായിരുന്നു, നാവ് ഉപയോഗിക്കുന്നതനുസരിച്ച് നമ്മുടെ കൃപ നഷ്ടപ്പെട്ടു പോകും. ഞാനങ്ങനെ പല ഗ്രന്ഥങ്ങളിലും വായിച്ചിട്ടുണ്ട് പണ്ട് കാലത്ത്. അതായത് നമ്മൾ എത്ര ഉപവാസം എടുത്ത്, നിങ്ങളൊരു 40 ദിവസം ഉപവാസം എടുത്തെന്ന് വിചാരിച്ചു, അതാണല്ലോ ഇവിടെ ഇപ്പോൾ ഈ കാലഘട്ടത്തിലുള്ളൊരു അപ്പർ ലിമിറ്റ്, സീലിംഗ്. ഭയങ്കര സന്തോഷത്തോടെ ആഹാരമൊക്കെ കഴിച്ച് പ്രാർത്ഥിച്ച് ഭയങ്കര സ്പിരിച്വൽ ഫെർവറിലിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ നാവിൽ നിന്ന് ഒരു മോശം വാക്ക് വീണാൽ ആ 40 ദിവസം ഇരുന്ന ആത്മീയ സന്തോഷം ഇല്ലാതാവും. പിന്നെ നിങ്ങൾ ആ സീറോയിലേക്ക് തന്നെ വരും. അപ്പോൾ ഓരോ ദിവസവും ഈ നാവിലൂടെ ചോരുന്ന കൃപ, ദൈവത്തിൻ്റെ കൃപ, നമ്മുടെ ഒരു വാക്ക് അനാവശ്യമായി പറയുമ്പോൾ, ദൈവത്തിന് ഇഷ്ടമില്ലാത്തൊരു വാക്ക് നമ്മൾ പറയുമ്പോൾ നമ്മുടെ നാവിലൂടെ ചോരുന്ന കൃപ, അത് അതിഭയങ്കരമായ നഷ്ടമാണ് നമുക്കുണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു നാവ് എന്ന് പറയുന്നത് നമ്മൾ സൂക്ഷിച്ച് നിയന്ത്രിച്ചില്ലെങ്കിൽ നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും, എത്ര വചനം വായിച്ചാലും, എത്ര കൃപ പ്രാപിച്ചാലും, എത്ര കൃപാവരങ്ങൾ പ്രാപിച്ചാലും ആ കൃപയെല്ലാം ചോർത്തി കളയുവാൻ ഈ നാവിന് കഴിയുമെന്നുള്ളതാണ്. അപ്പം നാവിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ കൃപയെ ചോർത്തിക്കളയുന്ന ആളുകളാവും. പണ്ട് കാലത്ത് എനിക്കൊന്ന് ജോൺ വെസ്ലി ആണോ ഇത് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ കോൺഗ്രിഗേഷനിൽ അദ്ദേഹം പറയുമായിരുന്നു, ആരോ ഒരു പഴയകാലത്തൊരു ആത്മീയ പിതാവാണ്, അദ്ദേഹം പറയുമായിരുന്നു, നിങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ 10 മിനിറ്റിൽ കൂടുതൽ സംസാരിക്കരുത്. കാരണം അതിൽ കൂടുതൽ നല്ല കാര്യങ്ങൾ പറയാനുള്ള കപ്പാസിറ്റി നമുക്കില്ല. ആ കോൺവെർസേഷൻ തീർച്ചയായിട്ടും മൂന്നാമതൊരാളുടെ ദോഷങ്ങളിലേക്ക് തിരിയും. അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാണ്, അത് സാധ്യമാണ്, അതങ്ങനെ തന്നെയാണ് താനും. കാരണം നമ്മൾ ഒരു കോൺവെർസേഷൻ ഇനിഷ്യേറ്റ് ചെയ്ത് ഇത്തിരി നേരം കഴിയുമ്പോഴേക്കും നമ്മൾ ഒന്നുകിൽ നമ്മുടെ സെൽഫ് പ്രൊമോഷനിലേക്കോ അല്ലെങ്കിൽ വേറൊരാളുടെ കുറ്റങ്ങളിലേക്കോ അത് പോകുന്നത് കാണാം. നിങ്ങളിനി ശ്രദ്ധിച്ചാൽ മതി. ഒരു കോൺവെർസേഷൻ എത്ര നീളുന്നു, ഇപ്പോൾ ഫോൺ ചെയ്യുമ്പോൾ ചിലപ്പം മണിക്കൂറുകൾ ഫോൺ ചെയ്യും. നിങ്ങൾ ആ ഫോൺ ഒന്നുകൂടെ അപഗ്രഥിച്ച് നോക്കിക്കേ. ഇതിനകത്ത് വലിയൊരു പങ്കും വേറൊരാളെക്കുറിച്ചുള്ള ഡിസ്കഷനിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. 100% അങ്ങനെ ഞാൻ പറയുന്നില്ല, ബട്ട് ദർ ഇസ് എ സ്ട്രോങ് ചാൻസ്. അപ്പം അധികം അതിഭാഷണമുള്ളിടത്ത് ലംഘനങ്ങൾ വളരെയധികം വർദ്ധിക്കും എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ കുറച്ച് സംസാരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, കാരണം കൂട്ടായ്മയിൽ അങ്ങനെ സംസാരത്തിന് ലിമിറ്റൊന്നുമില്ല. പക്ഷെ സംസാരിക്കുമ്പോൾ നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരെ ജീവിപ്പിക്കുന്നതും ബലപ്പെടുത്തുന്നതും വളർത്തുന്നതുമായിരിക്കണം. ഈ നാവ് കൊണ്ട് ഒരു അനീതിയുടെ പ്രപഞ്ചം നമ്മൾ ഉണ്ടാക്കരുത്, ഒരു അനീതിയുടെ ലോകം നമ്മൾ ഉണ്ടാക്കരുത്. അത് അപകടകരമാണ്, അത് ദൈവത്തിന് കോപമുണ്ടാക്കുന്ന കാര്യമാണ്. ഇവിടെ പറയുന്നത് നമ്മുടെ ജീവചക്രത്തിന്, അതായത് അത് ജീവചക്രം എന്ന് പറഞ്ഞു കഴിയുമ്പം മലയാളത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ പറയുന്നത് എൻ്റയർ കോഴ്സ് ഓഫ് ലൈഫ് എന്നാണ്. അതായത് നമ്മുടെ ജീവിതത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു തീ, ഒരു നാശം,
നമ്മുടെ ജീവിതചക്രത്തെ മുഴുവൻ തീപിടിപ്പിക്കുന്ന, അതായത് ദ ഓൾ കോഴ്സ് ഓഫ് ലൈഫ് ഈസ് പുട്ട് ഓൺ ഫയർ. നിങ്ങൾ അപവാദം പറയുന്ന ഒരാളാണ് എന്ന് നിങ്ങളെക്കുറിച്ചൊരു സാക്ഷ്യമുണ്ടായാൽ പിന്നെ ജീവിതത്തിൽ ആരും നിങ്ങളെ വിശ്വസിക്കില്ല. നിങ്ങളുടെ ജീവിതം തന്നെ ഈ തീ പിടിച്ച അവസ്ഥയിലായിരിക്കും. ജീവിതകാലം മുഴുവൻ അങ്ങനെ ഒരു ലൈഫിലേക്ക് പോകും. അത് നരക തീ പോലെയുള്ള അനുഭവമായിരിക്കും എന്ന് യാക്കോബ് പറയുന്നു. കാരണം എത്ര കറക്റ്റാണത്. നമ്മൾ അനീതിയുടെ ലോകം സൃഷ്ടിക്കുമ്പോൾ നമ്മുടെ ജീവിതം മുഴുവൻ തീ പിടിപ്പിക്കുകയാണ്. മറ്റുള്ളവരെക്കുറിച്ച് ഉത്കണ്ഠപ്പെട്ട് മറ്റുള്ളവരുടെ പാപങ്ങളെക്കുറിച്ച് ധ്യാനിച്ച് അവരെ ചീത്ത പറഞ്ഞ് നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ ജീവചക്രത്തിനാണ്, നമ്മുടെ കോഴ്സ് ഓഫ് ലൈഫാണ് തീ പിടിക്കുന്നത്. നമ്മൾ തന്നെയാണ് നരകത്തിൻ്റെ തീ ഇവിടെ അനുഭവിക്കുന്നത്. കാരണം ഒരാളെ ദുഷിക്കും തോറും നമ്മുടെ ഹൃദയത്തിൽ നല്ല ഭാവങ്ങൾ പോവുകയും കോപവും ദേഷ്യവും എല്ലാം അത് പൊതിഞ്ഞു കിട്ടിയ ഒരു രൂപത്തിലേക്ക്, ഭയങ്കര സമ്മർദ്ദത്തിലേക്ക് നമ്മൾ വരികയും ചെയ്യും. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ മറ്റുള്ളവരുടെ ദുഃഖത്തെക്കുറിച്ച്, മറ്റുള്ളവരുടെ കുറ്റങ്ങളെക്കുറിച്ച് വളരെയധികം ആകുലപ്പെടുകയും അവരെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുകയും അവരുടെ കുറ്റങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ സമ്മർദ്ദത്തിനടിമയാണ്. നിങ്ങൾക്ക് സമ്മർദ്ദത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കത്തില്ല. കാരണം അത് നമ്മുടെ നെഗറ്റീവ് ഇമോഷൻസ് ഉണ്ടാക്കുകയും നമ്മൾ സ്നേഹത്തോടെ ആളുകളെ നോക്കുന്നതിന് പകരം വൈരാഗ്യ ബുദ്ധിയോടെ നോക്കാൻ ആ പ്രഷർ സിറ്റുവേഷനിലേക്ക് നമ്മുടെ മൈൻഡിനെ കൊണ്ട് ചെല്ലുകയും ചെയ്യും. ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കാം. ഒരു നെഗറ്റീവ് ഇമോഷൻ, അല്ലെങ്കിൽ ക്രോധം, കോപം, ഇങ്ങനെയുള്ള ഇമോഷൻസ് നമ്മളിൽ വരുമ്പോഴല്ലേ നമുക്ക് ഭയങ്കരമായ ആങ്സൈറ്റി ഉണ്ടാകുന്നത്, ഭയങ്കരമായ സമ്മർദ്ദം ഉണ്ടാകുന്നത്. അതേസമയം നിങ്ങൾ സ്നേഹത്തോടെ നല്ല ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് നമുക്ക് എത്ര റിലീഫാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ മറ്റൊരാളെക്കുറിച്ച് കോപത്തോടെ, ദേഷ്യത്തോടെ, പകയോടെ നോക്കുമ്പം നമുക്ക് സംഭവിക്കുന്നത് എന്താണ്? നമ്മുടെ ജീവചക്രം നശിക്കുകയാണ്. ദ ഓൾ കോഴ്സ് ഓഫ് ലൈഫ് ഒരു സമ്മർദ്ദത്തിന് അകത്തേക്ക് പോവുകയാണ്, നിരാശയിലും വേദനയിലേക്കും പോവുകയാണ്. അതുകൊണ്ട് തന്നെ വി നീഡ് ടു എൻജോയ് ദ ഫ്രീഡം ഇൻ ക്രൈസ്റ്റ്. നമ്മൾ ഫ്രീ ആയിരിക്കണം. ആളുകളെക്കുറിച്ച് ദോഷം പറയാത്തവരും എപ്പോഴും, ഇപ്പം നമ്മളോട് സംസാരിച്ചാൽ വേറൊരാളെക്കുറിച്ചൊരു മോശം പിക്ചർ ആർക്കും കിട്ടരുത്. അവരെക്കുറിച്ച് സ്നേഹമായി വിചാരിക്കാൻ തോന്നണം. ഇപ്പം എന്നോടൊരാൾ സംസാരിച്ച് കഴിഞ്ഞ് മൂന്നാമതൊരാളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് വിചാരിച്ചു. എന്നോട് സംസാരിച്ച് കഴിയുമ്പോൾ ആ മൂന്നാമത്തെ ആളെക്കുറിച്ച് നന്മ തോന്നണം, നല്ലത് തോന്നണം ഈ സംസാരിക്കാൻ വന്നയാൾക്ക്. അങ്ങനെ ഓരോരുത്തരും ചിന്തിക്കണം. ഒരാൾ എന്നെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞാൽ അത് തിരിച്ചു പോകുമ്പോഴേക്കും അയാളെ സ്നേഹിക്കുന്ന രീതിയിൽ പറഞ്ഞു വിടണം. കാരണം എൻ്റെ കടമയാണത്, ഉപദേഷ്ടാവിൻ്റെ കടമയാണ്. അപ്പോൾ എല്ലാ മനുഷ്യർക്കും വീഴ്ചകളുണ്ട്. പക്ഷെ ചിലരുടെ വീഴ്ചകൾ ആഘോഷിക്കപ്പെടുകയും അവരെ എന്നേക്കുമായി നിന്ദിക്കുകയും അവരുടെ ജീവചക്രത്തെയും എൻ്റെ ജീവചക്രത്തെയും നശിപ്പിക്കുകയും ചെയ്യുന്ന നരകത്തീ കൊണ്ട് ചൂടുപിടിപ്പിക്കുന്ന അത്രയും പവറാണ് നാക്കിനുള്ളത്. അതുകൊണ്ട് നിങ്ങൾ എത്ര കൂടുതൽ പ്രാർത്ഥിച്ചാലും, നിങ്ങൾ വാ തുറന്ന് വേറൊരാളുടെ സംസാരിക്കുമ്പോൾ അമ്മായിയമ്മയുടെ കുറ്റം, മരുമകളുടെ കുറ്റം, നാട്ടുകാരുടെ കുറ്റം, അയൽവക്കക്കാരുടെ കുറ്റം, സഭയിലുള്ള ആളുകളുടെ കുറ്റം, പാസ്റ്ററുടെ കുറ്റം, ഇങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് എവിടെയാണ് സമാധാനമുള്ളത്? നമുക്ക് എവിടെയാണ് കർത്താവിനെ ആസ്വദിക്കാൻ പറ്റുന്നത്? ആ പുതിയ ജീവൻ്റെ സന്തോഷം എവിടെയാണ് അനുഭവിക്കാൻ പറ്റുന്നത്? ഇത് മറ്റുള്ളവരുടെ കാര്യം നമ്മുടെ ഹൃദയത്തെ അതിസമ്മർദ്ദത്തിലാക്കിയിരിക്കുന്നു. മറ്റുള്ളവരുടെ വിഷയങ്ങൾ നമ്മളെ അമിതമായി ഭാരപ്പെടുത്തിയിരിക്കുന്നു. അതുമായി നമ്മൾ കറങ്ങി നടന്ന് നമ്മുടെ ജീവിതചക്രത്തെ മുഴുവൻ നശിപ്പിക്കുന്നു. എന്നിട്ട് യാക്കോബ് പറയാണ്, എല്ലാ മൃഗജാലങ്ങളും, ഇഴജന്തുക്കളും, സമുദ്രത്തിൽ വളരുന്ന ജീവികളും എല്ലാത്തിനെയും മനുഷ്യനും കീഴടങ്ങുന്നു. മനുഷ്യൻ അതിനെല്ലാം ട്രെയിൻ ചെയ്യാനൊരു വഴിയുണ്ട്. സമുദ്രത്തിൽ വസിക്കുന്ന ഡോൾഫിനുകളെ മനുഷ്യൻ നിയന്ത്രിക്കുന്നുണ്ട്, ഇഴജാതികളെ അവർ നിയന്ത്രിക്കുന്നുണ്ട്. ബട്ട് ഒരു മനുഷ്യന് പോലും അവൻ്റെ നാവിനെ നിയന്ത്രിക്കാൻ പറ്റത്തില്ല. ഇവിടെ പറ്റത്തില്ലെന്ന് തന്നെയാണ് പറയുന്നത്. നോ ഹ്യൂമൻ ബീയിങ് ക്യാൻ ടൈം ദ ടങ്. അത് റെസ്റ്റ് ഇല്ലാത്തൊരു ദുഷ്ടതയാണെന്ന് പറയുന്നത് നാവ്. അപ്പോൾ നാവിനെ നിയന്ത്രിക്കാൻ മനുഷ്യന് സാധിക്കില്ല, ആത്മാവിന് മാത്രമേ സാധിക്കുള്ളൂ. നിങ്ങൾ നാവിനെ നിയന്ത്രിക്കാൻ പറ്റാത്തയാളുടെ നിങ്ങൾ ശ്രമിച്ചിട്ട് കാര്യമില്ല. കാരണം അതൊരു റെസ്റ്റ്ലെസ് ആയിട്ടുള്ളൊരു സാധനമാണ്. ടങ് ഈസ് എ റെസ്റ്റ്ലെസ് തിങ്. അതിങ്ങനെ അനീതി പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ സ്വസ്ഥമായി ഇരിക്കാൻ പറ്റാത്ത, സ്വസ്ഥതയില്ലാത്ത ഒരു വിഷമാണ് നാവ് എന്നാണ് പറയുന്നത്. ഈ നാവിന് ഇങ്ങനെ ഒരു അസുഖമുള്ളവർക്ക് സ്വസ്ഥതയില്ല. അതിങ്ങനെ വിഷം പുറപ്പെടുവിച്ചുകൊണ്ടേയിരിക്കും. എത്ര അപകടകരമാണ്. രക്ഷിക്കപ്പെട്ട ആളുകൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ അവരുടെ വിശുദ്ധീകരണത്തെ അത് എത്രയധികം ബാധിക്കും. ദൈവത്തിൻ്റെ അടുക്കലുള്ള റെസ്റ്റിനെ എത്രയധികം ബാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് യാക്കോബ് പറയുന്നത്, എല്ലാവരും പോയി ഉപദേഷ്ടാവാകരുത്. ഉപദേഷ്ടാവായി കഴിഞ്ഞാൽ അയാളുടെ മൈൻഡ് ഫ്രീ ആയിരിക്കണം. എല്ലാവരും സ്നേഹത്തോടെ കാണണം, അവരവരുടെ വീഴ്ചകളെ മനസ്സിലാക്കണം. വേറൊരാളുടെ കുറ്റങ്ങളുടെ മേൽ നമ്മൾ ആഘോഷിക്കരുത്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കുമ്പോൾ പ്രോഫറ്റ്സിനെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവരെപ്പോഴും ജനത്തെ കുറ്റം പറയുന്നു, രാജാക്കന്മാരെ കുറ്റം പറയുന്നതായിട്ട് നമുക്ക് തോന്നും. പക്ഷെ അത് ദൈവത്തിൻ്റെ ശബ്ദമാണ്. ദൈവത്തിൻ്റെ ശബ്ദത്തിൽ ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ
അത് കുറ്റം പറച്ചിലല്ല, അതൊരു ദൈവത്തിൻ്റെ വിധിയാണ്. അത് പറയുന്ന പണിയാണ് പ്രവാചകന്മാർക്കുള്ളത്. അത് മനുഷ്യരുടെ കുറ്റം പറയുന്നതല്ല. ദൈവം എന്താണോ ആഗ്രഹിക്കുന്നത് പറയുമ്പം പലർക്കും മുറിവേൽക്കാം. പക്ഷെ അവരെ മുറിവേൽപ്പിക്കാൻ വേണ്ടിയല്ല അത് പറയുന്നത്, അവരോടുള്ള വ്യക്തി വൈരാഗ്യം കൊണ്ടോ അല്ല. അപ്പോൾ പ്രവാചകന്മാർ സംസാരിക്കുന്ന ആരോടെങ്കിലുമുള്ള വ്യക്തി വൈരാഗ്യം കൊണ്ടല്ല. പ്രവാചകന്മാർ സംസാരിക്കുന്ന അനേകരുടെ കുറ്റങ്ങൾ ദൈവം അതെങ്ങനെ കാണുന്നു എന്ന് വെളിപ്പെടുത്തുകയാണ് പ്രവാചകന്മാരുടെ പണി. അപ്പോൾ അതും ഇതുമായിട്ട് നമുക്ക് താരതമ്യപ്പെടുത്താൻ സാധിക്കില്ല. ഇപ്പോൾ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് പാപങ്ങൾ അനാവരണം ചെയ്യപ്പെടുന്നതും നമ്മൾ ചുമ്മാ കുത്തിയിരുന്ന് മറ്റുള്ളവരുടെ പാപങ്ങളെ അനാവരണം ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഓക്കെ, ഒന്ന് മനുഷ്യൻ്റെ പരീക്ഷ മനോഭാവത്തിൽ നിന്നുള്ള അനാലിസിസും മറ്റൊന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഒരാളെ എങ്ങനെ കാണുന്നുള്ള വെളിപ്പാടുമാണ്. ഇത് രണ്ടും രണ്ട് കാര്യമാണ്. അപ്പോൾ നാവിനെക്കുറിച്ച് ഇത്ര ഭയങ്കരമായൊരു കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അവിടെ പറയുന്നത് ഇതൊരു വിഷമാണ്, ഡെഡ്ലി പോയിസൺ, ഒരാളെ കൊല്ലാൻ തക്കവണ്ണം. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടു സംസാരം എങ്ങനെയാണ് ആളുകളെ കൊല്ലുന്നത്. ഇൻസൾട്ട് ചെയ്യുന്ന വാക്ക് താങ്ങാൻ പറ്റാതെ ആളുകൾ മരണത്തിലേക്ക് പോകുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. അതുതന്നെയാണ് യാക്കോബ് പറയുന്നത്. ഇതിനകത്തൊരു വിഷമുണ്ട്, നാവിനകത്തൊരു വിഷമുണ്ട്. ആ വിഷം കൊണ്ട് ആളുകളെ കൊല്ലാൻ പറ്റും. അത് അവനെ കൊല്ലുന്നവരെ അവൻ നിരാശനായി ജീവിതത്തിൽ നിന്ന് വിട്ടുപോകുന്നവരെ ഈ നാവ് റെസ്റ്റ്ലെസ് ആയിരിക്കും. അത്ര ദുഷ്ടതയാണ് ഈ നാവിലുള്ളത്. അപ്പോൾ നമ്മൾ ഒരുപക്ഷെ ബയോളജിക്കലായിട്ട് ചിന്തിച്ചാൽ ഈ നാവിൽ നല്ല ഇതൊന്നും വരുന്നത് നമുക്കറിയാം. അത് വരുന്നത് ഹൃദയത്തിൽ നിന്നാണ്. പക്ഷേ ഹൃദയത്തിൽ നിന്നാണ് വരുന്നതെങ്കിലും നാവിലൂടെ അത് പോകരുത്. കാരണം ഹൃദയത്തിൽ നിങ്ങൾക്ക് കയ്പുണ്ടാകാൻ പാടില്ല. പക്ഷെ ഒരാളെക്കുറിച്ച് കയ്പുണ്ടായാലും അത് നാവിലേക്ക് എത്തരുത്. കാരണം നാവിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് വേറൊരാളിലേക്ക് പോവുകയാണ്. വേറൊരാളിലേക്ക് പോകുമ്പോൾ അതൊരു ജീവചക്രത്തിന് തീപിടിക്കുകയാണ്. അത് നിങ്ങളുടെ ഉള്ളിൽ എന്ത് തോന്നിയാലും അത് ദൈവത്തിന് മുമ്പിൽ വെച്ചിട്ട് സ്തോത്രം ചെയ്തിട്ട്, കർത്താവേ എനിക്ക് എൻ്റെ കുറ്റങ്ങളെ കാണിച്ചു തരണമേ, ഞാൻ എവിടെയൊക്കെയാണ് തെറ്റിപ്പോയിരിക്കുന്നത് കാണിച്ചു തരണമേ എന്ന് ദൈവത്തോട് പറയും. ദൈവത്തോട് സത്യസന്ധരായിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു അപകടം ഉണ്ടാവുകയില്ല. 9-ാം വാക്യം വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അവിടെ പറയുന്നത് ഒരു നാവ് കൊണ്ട് നമ്മൾ ദൈവത്തെ സ്തുതിക്കുകയും അതേ നാവ് കൊണ്ട് തന്നെ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ ശപിക്കുകയും ചെയ്യുന്നു. എന്നോടൊരാൾ ഒരിക്കൽ പറഞ്ഞൊരു കാര്യമാണ്, ആൾക്കാർ കുറ്റം പറയുന്നത് മോശമായിട്ട് ജീവിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാം. കാരണം മനുഷ്യൻ അങ്ങനെയാണ്. പക്ഷെ അതേ നാവ് കൊണ്ട് അവരൊന്നും അറിയാത്തതുപോലെ ഇന്നസെൻ്റായിട്ട് നിന്ന് ദൈവത്തെ സ്തുതിക്കുന്ന കാണുമ്പോൾ അത്ഭുതം തോന്നുന്നു. എങ്ങനെയാണ് ഈ ദൈവത്തിന് മുമ്പിൽ പോയി നിന്നിട്ട് ഇവർക്ക് ഈ ബോധം ഉണ്ടാകാത്തത്? ദൈവത്തെ സ്തുതിക്കുന്ന ഒരാൾക്ക് എന്തുകൊണ്ടാണ് സഹോദരനെ ദുഷിക്കരുതെന്ന് മനസ്സിലാകാത്തത്? ഒരേ നാവ് കൊണ്ട് തന്നെ എങ്ങനെയാണ് ദൈവത്തെ സ്തുതിക്കുകയും ആ ദൈവത്തിൻ്റെ കരങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ നിന്ദിക്കുകയും ചെയ്യുന്നത്? നിങ്ങൾ ഈവൻ ഒരു മനുഷ്യൻ്റെ പലപ്പോഴും ഞാൻ വളരെ വേദനയോടെ ഞാൻ ചെറുപ്പകാലം മുതൽ കാണുന്നതാണ് ആൾക്കാരെ ബോഡി ഷേമിങ് ചെയ്യുക, ശരീരത്തിൻ്റെ പ്രകൃതത്തെ, അപ്പിയറൻസിനെ, നിറത്തെ ഒക്കെ പരിഹസിക്കുക, ഒരാളെ കാണുമ്പോൾ ഉണ്ടാകുന്ന സൗന്ദര്യമില്ലായ്മ എന്ന് നമ്മൾ വ്യാഖ്യാനിക്കുന്ന ആ അവസ്ഥയെ കളിയാക്കുക. ഇതെല്ലാം വളരെ അമ്പരപ്പോടെയും വേദനയോടെയും ഞാൻ നോക്കി നിന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് വിശ്വാസം വന്നതിന് ശേഷം. കാരണം ഞാൻ ചിന്തിക്കുന്നത്, ഒരു റൂമിലേക്ക് നിങ്ങൾ ചെല്ലുന്നു, കുറേ പിക്ചറുകൾ അവിടെ, ചിത്രങ്ങളവിടെ വരച്ചു വെച്ചിരിക്കുന്നു. ഒരു ചിത്രത്തെ നോക്കി നിങ്ങൾ പറഞ്ഞു അയ്യോ ഇതെന്തിനും കൊള്ളാം, എന്തൊരു വൃത്തികെട്ട ചിത്രം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആ ചിത്രത്തിനല്ല അതിൻ്റെ വേദന, അതവിടെ വരച്ചു വെച്ച ഒരാളുണ്ട്, ആ ആളാണ് തകർന്നു പോകുന്നത്. അതുപോലെ തന്നെ നമ്മളെ സൃഷ്ടിച്ച ദൈവം ഈ സഹോദരനെ ദുഷിക്കുമ്പോൾ ദുഷിക്കപ്പെടുന്നു. ഒരു സഹോദരനെ പ്രത്യേകിച്ച് വീണ്ടെടുക്കപ്പെട്ട യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരാളെ, കർത്താവ് നന്നാക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളെ, വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ നമ്മൾ അവൻ്റെ കുറ്റങ്ങൾ കണ്ടെത്തി ആക്ഷേപിക്കുമ്പോൾ ശരിക്കും കർത്താവ് പരാജയമാണെന്നാണ് നമ്മൾ പറയുന്നത്. ദ ലോർഡ് ഈസ് നോട്ട് സാങ്ക്ടിഫൈങ് ഹിം എന്നാണ് നമ്മൾ പറയുന്നത്. അതെത്ര മോശമാണ്. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കയ്യാൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ അപമാനിക്കാൻ പാടില്ല. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ സംശയിക്കുകയും അവിശ്വാസത്തോടെ കർത്താവിൻ്റെ രക്ഷയെ നോക്കുകയുമാണ് ചെയ്യുന്നത്. കർത്താവ് ഒരിക്കലും നമ്മളെ വിശുദ്ധീകരിക്കുന്നതിൽ പരാജയപ്പെടുന്നില്ല. നിങ്ങളുടെ സഹോദരനെ അങ്ങനെ തന്നെയാണ്. കർത്താവ് അയാളെ വിശുദ്ധീകരിക്കാതിരിക്കുകയില്ല. അത് നിങ്ങളുടെ കോപത്തിലൂടെ അല്ല എന്ന് മാത്രം. ഇവിടെ പറയുന്ന ഒരേ നാവിൽ നിന്ന്, ഒരേ ഉറവയിൽ നിന്ന് എങ്ങനെയാണ് ഉപ്പുവെള്ളവും സാധാരണ നല്ല നിർമ്മലമായ ജലവും ഒഴുകുന്നത്? അത് മിക്സായിപ്പോയി ഉപ്പുവെള്ളം ആവുകയുള്ളൂ, നല്ല വെള്ളം ആവുകയില്ല. നിങ്ങളൊരു മോശം വെള്ളവും മലിനമായ വെള്ളവും നല്ല വെള്ളവും കൂടെ മിക്സ് ചെയ്താൽ മലിനമായ വെള്ളം നല്ല വെള്ളമാവുമോ? ഒരിക്കലും ആകത്തില്ല. ഈ നല്ല വെള്ളവും കൂടെ മലിനമാവുകയുള്ളൂ. അതുപോലെ തന്നെയാണ് നാവ്. കൊണ്ട് നിങ്ങൾ ഒരേ നാവ് കൊണ്ട് നല്ല കാര്യവും ചീത്തക്കാര്യവും പറയുമ്പോൾ നിങ്ങൾ ആ നല്ല കാര്യം കൊണ്ട് ചീത്തക്കാര്യത്തെ മറയ്ക്കാൻ പറ്റില്ല. നല്ല കാര്യം, ചീത്തക്കാര്യമാണ് നല്ല കാര്യത്തെ മറയ്ക്കുന്നത്. കാരണം ഒരേ ഉറവയിൽ നിന്ന് നല്ലതും ചീത്തയും പുറപ്പെട്ടാൽ അത് മൊത്തത്തോടെ ചീത്തയാണ്, അത് നല്ലതല്ല. അതാണ് യാക്കോബ് പറയുന്നത്.
എങ്ങനെയാണ് ഒരു ഉറവയിൽ നിന്ന് സ്തോത്രവും അതേ ഉറവയിൽ തന്നെ നിന്ദയും ഉണ്ടാകുന്നത്? ഒരേ ഉറവയിൽ തന്നെ നല്ല വെള്ളവും നിർമ്മല ജലവും അതേ ഉറവയിൽ തന്നെ ഉപ്പുവെള്ളവും എങ്ങനെ പുറപ്പെടും? ഇത് രണ്ടും മിക്സാവുമ്പം എല്ലാ ഉപ്പുവെള്ളവും ആവും, നിർമ്മലമായ വെള്ളം കിട്ടുകയില്ല. ഒരു തുള്ളി മതി ആ വെള്ളത്തെ അശുദ്ധമാക്കാൻ. ഇഫ് യു ആർ മിക്സിങ് ഇറ്റ് വിത്ത് ഇംപ്യൂർ തിങ്സ്, അതോടെ തീർന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ മനസ്സിലാകുമ്പോൾ ഇവിടെ പറയുകയാണ്, അത്തിമരത്തിന് ഒലിവിനെയോ മുന്തിരിക്ക് അത്തിപ്പഴത്തെയോ ഉണ്ടാക്കാൻ പറ്റുമോ? ഒരു ഉപ്പ് ജലാശയത്തിന് നല്ല വെള്ളം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? പറ്റുകയില്ല. കാരണം പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ എത്രമാത്രം വചനം മനസ്സിലാക്കിയാലും ഉപദേശം മനസ്സിലാക്കിയാലും എത്ര ഭയങ്കര ആത്മീയത നിങ്ങളെ തന്നെ വിചാരിച്ചാലും നിങ്ങൾ വേറൊരാളെ ദുഷിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ മുഴുവൻ മലിനമാണ്. നിങ്ങളിൽ കർത്താവിൻ്റെ കൃപ അവശേഷിക്കുന്നില്ല. ഇതൊരു വലിയ മാനസാന്തരത്തിൻ്റെ ഒരു നിർബന്ധം നമ്മുടെ മേൽ വയ്ക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഹാബിറ്റ് ഉണ്ടെങ്കിൽ, ഇവിടെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, മനുഷ്യനത് നിയന്ത്രിക്കാൻ സാധിക്കില്ല, മനുഷ്യനതിനെ ടൈം ചെയ്യാൻ സാധിക്കില്ല. അതിനെ നിയന്ത്രിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിന് മാത്രമേ പറ്റുള്ളൂ. ഈ ദൈവത്തിൻ്റെ ആത്മാവിന് മാത്രം പറ്റുന്ന ആ ഒരു അത്ഭുതകരമായ വിശദീകരണത്തിലൂടെ മാത്രമാണ് ഈ നാവിൻ്റെ നിയന്ത്രണം നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരെങ്കിലും ഉപദേഷ്ടാവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ശരീരത്തിൻ്റെ പ്രവണതകളെ, നാവിൻ്റെ ഉപയോഗത്തെ നിയന്ത്രിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് അവരെ നിർബന്ധിക്കുന്നു. നിങ്ങൾ ആരെങ്കിലും ദുഷിക്കുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കും കർത്താവിൻ്റെ നാമത്തിൽ വചനത്തിലൂടെയുള്ളൊരു മുന്നറിയിപ്പാണ്. നമ്മൾ സ്തുതിക്കുന്ന അതേ നാവ് കൊണ്ട് ദുഷിക്കാൻ പാടില്ല. നമുക്ക് അതിനുള്ള കൃപ ലഭിക്കുന്നതിന് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങളുടെ തകർച്ചയും ഇടർച്ചകളും ഞങ്ങളുടെ തന്നെ പാപവും ഞങ്ങളെ കാണിച്ചു തരണമേ. ഞങ്ങളെ പൂർണ്ണമായും അങ്ങയുടെ സ്വഭാവത്തോട് ചേർത്ത് വിശദീകരിക്കണമേ. അങ്ങയുടെ മനസ്സുള്ളവരാക്കി, മറ്റൊരു സഹോദരനെ പണിയുന്നവനാക്കി, കൃപ വ്യാപരിക്കുന്ന ആളാക്കി ഞങ്ങളെ മാറ്റണമേ. കർത്താവ്, ഞങ്ങൾ ഒരാളെയും ദുഷിക്കുവാൻ ഞങ്ങളുടെ നാം ഉപയോഗിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.